മുരിങ്ങയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നേ കുറച്ച് മുരിങ്ങ കിട്ടി. അപ്പോൾ അതിനെ നന്നായിട്ട് ഇങ്ങോട്ട് ഊരിയെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകാൻ വെച്ചിരിക്കുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടാലാണ് ഇത് കഴുകാൻ ഈ മുരിങ്ങ താന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി പൊന്തി വെള്ളത്തിൻ്റെ മീതെ പൊന്തി കിടക്കും. ഇത് മഞ്ഞൾപ്പൊടി ഇട്ടാൽ താഴും. പിന്നെ അതിലേക്ക് എന്തറിയോ, ഇത്തിരി കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, 2 വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇട്ട് അരയ്ക്കാനാണ് കേട്ടോ. മുരിങ്ങ കഴുകി എടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളത്തിൽ നിന്നൊക്കെ മുരിങ്ങ കഴുകിയെടുത്തു. മുരിങ്ങ കഴുകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടണം വെള്ളത്തിൽ, എന്നാലാണ് മുരിങ്ങ താന്ന് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ, അങ്ങനെയാണത്. എന്നിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ മുരിങ്ങ. കുറച്ച് ചെറിയ മുരിങ്ങ ചെടിയാണേ. പരിപ്പാട്ടോ. പരിപ്പ് തിളച്ചു. നന്നായിട്ട് കുക്കറിലിട്ടിട്ട് പരിപ്പ് നന്നായി വെന്തു. ഇതുണ്ടോ, പരിപ്പിൽ ആ വെള്ളത്തിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടു. എന്നിട്ട് അത് തിളച്ചപ്പോൾ മുരിങ്ങ ഇടുക കേട്ടോ. തിളച്ച വെള്ളത്തിൽ വേണം മുരിങ്ങ ഇടാൻ. പച്ചവെള്ളത്തിലിടാൻ പാടില്ല. പച്ചവെള്ളത്തിലിട്ടാൽ മുരിങ്ങ പച്ച മണം വരും, ഒരു പച്ച മണം. തിളച്ച ഈ പരിപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ തിളച്ച മുളക് വെള്ളത്തിലോ ഇട്ടാൽ പരിപ്പിൻ്റെ ആ പച്ച മണം കൂട്ടാൻ വെന്ത് കഴിയുമ്പോൾ വരില്ല. അതങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തിളച്ച വെള്ളത്തിലും അല്ലെങ്കിൽ തിളച്ച പരിപ്പ് വെള്ളത്തിലും അങ്ങനെയൊക്കെ ഇടണം, പച്ചക്കറികളി അലക്കൊക്കെ. അപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ എണ്ണയിലിട്ട് വതക്കിയിട്ട് അതൊക്കെ ചെയ്യണത് നല്ലതാണ്. അപ്പം മുരിങ്ങ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. തിളച്ചൊന്ന് ശരിയാവട്ടെ. അപ്പോഴേക്കും തേങ്ങ, 2 ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒക്കെ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് മുരിങ്ങ കെട്ടിയ കാരണേ കുറച്ച് കറിയേ ഉള്ളൂ. നേരെ കുറച്ച് വെള്ളത്തിലേ വെച്ചിട്ടുള്ളൂ. കൂടുതൽ വെള്ളത്തിൽ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വേണം നമ്മൾ മുരിങ്ങയിട്ട് വയ്ക്കാൻ. കുറച്ച് തേങ്ങ ഇട്ടുള്ളൂ കേട്ടോ. തേങ്ങ പൊതുവേ കുറച്ച് തന്നെയല്ലേ നല്ലത്, തോനെ നന്നല്ലല്ലോ. അങ്ങനെ മുരിങ്ങ കൂട്ടാൻ, മുരിങ്ങയും പരിപ്പും. ചിലവർ പറയും മുരിങ്ങ മുളക് ദോശയെന്ന്, നമ്മളൊക്കെ പറയും മുരിങ്ങയും പരിപ്പും എന്നൊക്കെ. ഇവിടെ പാലക്കാടുകാരൊക്കെ അങ്ങനെയാണ്, കഷ്ണങ്ങളുടെ പേരൊക്കെ പറയും, പരിപ്പിടും. നമ്മളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ മുരിങ്ങ കൂട്ടാൻ റെഡി ആയിട്ടോ. അപ്പം ശരി എന്നാൽ.